We are going to interface keyboard to microcontroller. Okay, keyboard. What is the use of keyboard? എന്തിനാ കീബോർഡ് യൂസ് ചെയ്യുന്നത്? അനുശ്രീ, എന്തിനാണ് കീബോർഡ് യൂസ് ചെയ്യുന്നത്? ഇൻ കമ്പ്യൂട്ടർ ആൻഡ് ഓൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി. ആക്ച്വലി ഇറ്റ് ഈസ് എൻ ഇൻപുട്ട് ഡിവൈസ് അല്ലേ? ഇൻപുട്ട് ഡിവൈസ് അല്ലേ? Okay, so to give some information to the computer, we will use keyboard. Okay, in keyboard നമ്മൾ ജനറൽ ആയിട്ട് ചിന്തിക്കുന്നതാണെങ്കിൽ കീബോർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഇന്റേണൽ ആർക്കിടെക്ചർ ലോ ലെവലിൽ ചിന്തിക്കുക. ഇറ്റ് ഈസ് എ മെട്രിക്സ്. അതിന് കുറേ റോസും ഉണ്ടാവും, കോളംസും ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവും. കുറേ റോസുകളും കോളംസുകളും ഉണ്ടാവും. ഈ കോളംസും റോസും മീറ്റ് ചെയ്യുന്ന ഓരോ ജംഗ്ഷനിൽ ഓരോ സ്വിച്ച് ഉണ്ടാവും, ഓരോ സ്വിച്ചുകൾ. ഇതേപോലെ ഇത് ആക്ച്വലി ഇറ്റ് ഈസ് എ 4x4 കീബോർഡ്. ഓക്കെ, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ലൈക്ക് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് പോലെയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓരോ കീ ഉണ്ടാവും. അപ്പോൾ ഓരോ കീ ഇപ്പം സപ്പോസ് ഇവിടെ ഇപ്പോൾ 0 1 2 3 4 5 6 7 8 9 ABCDEF. ഓക്കെ, ദാറ്റ് മീൻസ് എത്ര കീസ് ആണ് ഉള്ളത്? 16 keys are there. Okay, so whenever if you press the key 1, what will happen? E corresponding column, E corresponding row in the middle, it will come in contact. Okay, then 1 എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ്. Okay, suppose if you press this key, ഈ press key ആണ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തമ്മിലാണ് കോണ്ടാക്ട് ആവുക. ഓക്കെ, ആക്ച്വലി ഇതാണ് നമ്മുടെ ഒരു കീബോർഡിന്റെ ഇന്റേണലി ഉണ്ടാവും. നമ്മുടെ എല്ലാ കീബോർഡും ആക്ച്വലി ദിസ് ഈസ് എ 16 കീ ഉള്ളതാണ്. നമ്മുടെ കീബോർഡ് കമ്പ്യൂട്ടറിന്റെ ഒക്കെ ആണെങ്കിൽ വലിയ കീ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി ഹൗ വി വിൽ ഇന്റർഫേസ് ദിസ് കീബോർഡ് ടു അവർ മൈക്രോ കൺട്രോളർ. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി. 8051 മൈക്രോ കൺട്രോളറിലേക്ക് കീബോർഡ് നമ്മുടെ 4x4 കീബോർഡ്സ് എങ്ങനെയാണ് ഇന്റർഫേസ് ചെയ്യാറുള്ളത്. ഓക്കെ, we know that keyboards are organized. Here it is a 4x4 matrix. Okay, that means it contains 4 rows and 4 columns. Okay, here the rows are connected to the port 1 terminal of our microcontroller. Okay, 4 rows are connected. In our microcontroller there are different ports are there. Okay, so each port has 8 pins are there. Okay, here we are using 4x4 matrix. Okay, so 4 rows will be there and 4 columns will be there. So the rows that 4 rows are connected to port 1 pins in our 8051 microcontroller, and the columns are connected to where port 2 in our 8051 microcontroller terminals. Okay, port 2 terminal നമ്മൾ കോളംസും കണക്ട് ചെയ്തു, റോസ് ഒക്കെ പോർട്ട് 1ലും കണക്ട് ചെയ്തു. ഓക്കെ, ദെൻ പോർട്ട് 1 പോർട്ട് 2 പിന്നെ ഇന്നായിട്ട്, അതായത് ഇൻ പിന്നായിട്ട് ഇൻപുട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു. പോർട്ട് 2 എന്ന് പറയുന്ന ഔട്ട്പുട്ടിനായിട്ട് സെറ്റ് ചെയ്തു. ദെൻ ഒരു VCC കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഇന്റർഫേസിംഗ് ഡയഗ്രാം ഓഫ് അവർ 8051 മൈക്രോ കൺട്രോളർ. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് വി ആർ യൂസിങ് എ കീബോർഡ് 4x4 matrix keyboard for interfacing. Okay, so for that 4x4 matrix keyboard there are 4 rows are there and 4 columns are there. 4 rows are connected to where our port 1 D0 D1 D2 D3. Okay, then 4 columns are connected to D0 D1 D2 D3. That means port 2. Okay, and നമുക്കറിയാം ഇതിൽ 16 കീസ് ഉണ്ട് അല്ലേ? ഈ കീസ് ഒക്കെ എന്താണ്? ദീസ് കീസ് ആർ പഞ്ച് ബട്ടൺ ടൈപ്പ് കീസ്. ദാറ്റ് മീൻസ് വെൻ എ ബട്ടൺ ഈസ് പ്രസ്ഡ് ദ കറസ്പോണ്ടിങ് റോസ് ആൻഡ് കോളം വിൽ ബി ഷോർട്ട് അല്ലേ? ഇതിപ്പോൾ ഷോർട്ട് ആവില്ല. ഇഫ് യു പ്രസ് ദ കീ ഈ ഒരു കറസ്പോണ്ടിങ് ഇത് ഷോർട്ട് ആവും. ഓക്കെ, ഇതാണ് അതിൻ്റെ ലോജിക്. ഓക്കെ, സപ്പോസ് നിങ്ങളിപ്പം 5 ആണ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കറസ്പോണ്ടിങ് റോയും തമ്മിൽ ഇതിങ്ങനെ ഒരു ഷോർട്ട് ആവും. ഓക്കെ, ദെൻ 9 ആണെങ്കിൽ that will. ഓക്കെ, സോ അവർ മൈക്രോ കൺട്രോളർ എന്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇഫ് ദേ ആർ പ്രസിങ് എനി കീ. ഓക്കെ, ഇപ്പോൾ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏത് കീ ആണെന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇഫ് യു ആർ നോട്ട് പ്രസിങ് എനി കീ എന്ത് ചെയ്യും? ദർ വോണ്ട് ബി എനി കോണ്ടാക്ട് ബിറ്റ്വീൻ ദ റോസ് ആൻഡ് കോളം അല്ലേ? നിങ്ങൾ കീ ഒന്നും പ്രസ് ചെയ്തിട്ടില്ല, എന്താണ്
റോസും കോളവും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവാം? ഇല്ല. ഇഫ് യു പ്രസ് ദ കീ ദെൻ ദർ വിൽ ബി എ കോണ്ടാക്ട്. ഓക്കെ. സോ ഇനി എങ്ങനെയാണ് ഹൗ അവർ മൈക്രോ കൺട്രോളർ വിൽ ഡിറ്റക്ട് വെൻ എ കീ പ്രസ് ഒപ്റ്റ്. ഒരു കീ പ്രസ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് മൈക്രോ കൺട്രോളർ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ദ മൈക്രോ കൺട്രോളർ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ്ലി സ്കാൻ ദ complete lines, that means rows and columns, to detect any key press. Okay. So for detecting the key press, what we have to do is initially we need to ground all the row pins that is connected to a microcontroller. Okay. അതായത് ഈ റോസ് കണക്ട് ചെയ്തിരിക്കുന്ന all row pins we need to ground. Okay. So for that what we have to do? We need to ground all the pins that are connected to our microcontroller. How we will make this port 1 as ground? For that, what will be there? What information we have to provide to make it as a ground? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താ ചെയ്യേണ്ടത്? ഈ പിന്നുകൾ മുഴുവൻ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് what type of information we have to provide? എന്താ ചെയ്യേണ്ടത്? Here VCC ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. വി നീഡ് ടു മേക്ക് ഓൾ ദ റോ പിൻസ് ഗ്രൗണ്ട് ചെയ്യണം. സോ എന്താ ചെയ്യേണ്ടത്? റോഷ്നിക്ക് പറയാൻ പറ്റുമോ എന്താ ചെയ്യേണ്ടത്? ഒരു വാല്യൂ കൊടുത്താൽ മതി. ഏതാ വാല്യൂ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു റോഷ്നി. പറഞ്ഞു അറിയാവോ? ഹലോ. 0 കൊടുത്താൽ മതി. ഓക്കെ. സോ ഇവിടെ 0, ദെൻ ഇവിടെ 0, 0, 0. ഓക്കെ. അപ്പോൾ ഇതെന്തായി? ഓൾ റോ പിൻസ് കണക്ട് ചെയ്ത് റോസ് എന്ത് ചെയ്ത് ഗ്രൗണ്ട് ചെയ്ത് വെച്ചു. ഓക്കെ. സോ ഫോർ ദാറ്റ് വാട്ട് വി ഹാവ് ഡൺ, എന്താണ് ചെയ്തത്? കറസ്പോണ്ടിങ് പാർട്ടിൽ നമ്മൾ 0 സെറ്റ് ചെയ്തു. Then our microcontroller will continuously read the columns. Okay. So here VCCs are given. VCC അല്ലേ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. Okay. VCC. Okay. So what will happen if there is no key press happened? ഒരു കീയും പ്രസ് ആയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ വരിക? All the pin will become 1. അല്ലേ? 1 ആയിരിക്കില്ലേ വരിക? കാരണം എന്താണ്? കറക്റ്റ് ഡയറക്റ്റ്ലി ഇവിടേക്ക് ഫ്ലോ ചെയ്യും. Okay, all port pin D0, D1, D2, D3 will become 1. Okay, because directly VCC ഇവിടെ കൊടുക്കുന്നു. There won't be any contact between the rows and column. So our directly it will come here. Okay, that means D0 is equal to 1, D1 is equal to 1, D2 is equal to 1, D3 is equal to 1. Okay, then when a key pressed, suppose if you press a key 5, what will happen? So VCC will come here. Okay. Then from here, if you press the key 5, that means there will be a contact between rows and column. So it will come like this. Okay. So then after pressing the key that is 5, എന്തൊക്കെയായിരിക്കും ഇതിലുള്ള വാല്യൂസ് ഉണ്ടാവുക? ഇവിടെ 1 വരും ബിക്കോസ് ഇത് ഡയറക്ട്ലി വരുന്നുണ്ട്. ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബിക്കം 0 ബിക്കോസ് എന്താണ്? ദർ ഈസ് എ കോണ്ടാക്ട് ബിറ്റ്വീൻ ദിസ് റോസ് ആൻഡ് കോളം. നമ്മൾ 5 എന്ന് പ്രസ് ചെയ്യുമ്പോൾ എന്തായി സംഭവിച്ചത്? ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞു അല്ലേ? നമ്മുടെ ഈ കോളവും റോവും തമ്മിൽ ഒരു കോണ്ടാക്ട് വന്നു. അപ്പോൾ നേരെ ഇവിടേക്കായിരിക്കും ഫ്ലോ ചെയ്യുക. ദ റിമൈനിങ് വിൽ ബി ഇത് അല്ലേ? സോ this will be the result. Suppose if you press the key 6 ആണ് പ്രസ് ചെയ്തിട്ടുണ്ട്, എന്തായിരിക്കും റിസൾട്ടിൽ വരിക? എന്തായിരിക്കും വരിക? the value മാറും അല്ലേ? വാല്യൂ മാറും. if you press the key 6, what will happen? 6 ആണ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ this will become 1, corresponding column becomes 0, 1, 1. Okay, then if you press 4, ആ രീതിയിലായിരിക്കും മാറും. ഓക്കെ. സോ മൈക്രോ കൺട്രോളറിന് ഇനി ഏത് റോസും ഏത് കോളംസും ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. അതായത് 6 ആണ് കീ എന്ന് ഐഡന്റിഫൈ ചെയ്യണം.
So for that, what microcontroller will do is that our first procedure മനസ്സിലായി. Initially നമ്മൾ എന്ത് ചെയ്തു, എല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്തു. Okay, then if there is no keepers happen, the column value, all the pins that is present in the column will become 1 ആയിരിക്കും അല്ലെ. When if any key press, ഒരു key press ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, corresponding columns 0 ആയി അല്ലെ. corresponding columns 0, remaining all will be 1 ആയി. Then if a 0 occur in our column values, നമ്മുടെ column values ഒരു 0 വന്നു കഴിഞ്ഞാൽ we need to find the corresponding row. ഏത് റോയിലാണ് അതുള്ളതെന്ന് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യാം, എന്നിട്ട് നമുക്ക് കറസ്പോണ്ടിങ് കീ കണ്ടുപിടിക്കണ്ടേ. സോ സപ്പോസ് നിങ്ങൾ 5 ആണ് പ്രസ് ചെയ്തതെന്ന് വിചാരിക്കും. ഓക്കെ, ദെൻ കോളം വാല്യൂസ് എന്തായിരിക്കും ഉണ്ടാവുക, 1 0 1 1. Okay, so next you need to find which row corresponding to that key. ഏത് റോ ആണെന്ന് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ റോസും കോളംസും മീറ്റ് ചെയ്യുന്ന ഇത് കണ്ടുപിടിക്കാൻ പറ്റും. 5 ആണെന്ന് മൈക്രോ കൺട്രോളറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് വാട്ട് മൈക്രോ കൺട്രോളർ will do is that first it will set the first pin, that is D0 to 0. Okay, first pin 0 ആയിട്ട് സെറ്റ് ചെയ്യും. Then remaining all will be set to 1. Okay, then it will read the column values. Okay, it will read the column value. What will happen? അങ്ങനെയുള്ള സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക, ഇറ്റ് വിൽ റീഡ് ദ കോളം വാല്യൂസ്. എന്ത് സംഭവിക്കും, ഈ രീതിയിലാകുമ്പോൾ എന്താണ്, വാട്ട് വിൽ ഹാപ്പൺ, VCC will come from here. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വരും. ദെൻ ഹിയർ ഡയറക്ട്ലി 1 ഇവിടെ വരും. ദെൻ ഹിയറും ഡയറക്ട്ലി 1 വരും. ഓക്കെ, ഇവിടുന്ന് ഇവിടെ കീ പ്രസ് ഉണ്ട്, ബട്ട് ദ വാല്യൂ ഓഫ് the corresponding row is 1. So എന്തായിരിക്കും, ഇവിടെയും 1 തന്നെയായിരിക്കും അല്ലേ. Then here also it is 1. So that means D0 അല്ല എന്ത് പ്രസ് ആയിരിക്കുന്ന കീയുടെ റോ എന്ന് മനസ്സിലായി. ഓക്കെ, then after that നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് സെറ്റ് നെക്സ്റ്റ് റോ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റോ വാല്യൂ 0 ആയിട്ട്. Then do the same procedure, perform the same procedure. That means VCC verum, we need to scan the column. So here column scan cheyumbol what will happen, VCC here it will become 1, then this also 1. Okay, here this is, here it is 0, ഇവിടെ 0 അല്ലേ. That means ഇവിടെ നേരെ ഇവിടേക്ക് പവർ പോവാം, ഇവിടേക്ക്. That means the corresponding column will become 0. The next one 1. Okay, whenever if you find the column value is 0, then select that particular row. ആ റോ ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടായിരിക്കുന്ന റോ. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളംസും നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 5. Okay, so microcontroller can identify that the key present is 5. So this is the procedure for detecting the key, corresponding key. So this is the keyboard interface. And the other first initialize all the row value 0 and set it. Like row values initially we will set all the row values to 0 and continuously we will scan the column values. Then if there is if all the pins are is equal to 1, then that means endana column values ella pins 1 aanengil it means there is no key press happen. And if any column values edangu oru bit 0 ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, there is a key press occur അല്ലേ. അങ്ങനെയാണെങ്കിൽ we need to find the corresponding row അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലി ഫസ്റ്റ് ബിറ്റ് 0 ആക്കി വെച്ചു, ദെൻ റിമൈനിങ് ഓൾ ബിറ്റ്സ് 1 ആക്കി സെറ്റ് ചെയ്തു. we will read the column value.
എന്നിട്ട് അതിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യുക. ഇഫ് ഓൾ ബിറ്റ്സ് ആർ 1 ദെൻ ആ റോ ആയിരിക്കില്ല. ദെൻ നെക്സ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു, നെക്സ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെ നെക്സ്റ്റ് റോസിന് റിപ്പീറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ 1 ആക്കുക, ദെൻ ഇവിടെ 0 ആക്കുക, സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. എപ്പോഴാണോ നമുക്ക് ഇഫ് യു ഫൈൻഡിങ് എ പെർട്ടിക്കുലർ ബിറ്റ് ഇൻ ദ കോളം ഈ 0 ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് റോ ആയിരിക്കും അതിൻ്റെ റോ എന്ന് മനസ്സിലാക്കുക, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു 4x4 മാട്രിക്സ് ഉണ്ട്, കണക്റ്റഡ് ടു 2 പോർട്സ്. റോസ് ആർ കണക്റ്റഡ് ടു output port, columns are connected to input port. If no key is pressed, all the column value will become 1. Okay, because we have connected this to VCC. Okay, so if all the rows initially, and then if all the rows are grounded and a key pressed, one of the column will have 0. എല്ലാം റോസും ഗ്രൗണ്ട് ചെയ്തിട്ട് ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കീ 0 ആയിരിക്കും. അങ്ങനെ കീ 0 ആണെങ്കിൽ എന്ത് ചെയ്യാം, we need to find the corresponding rows. അപ്പോൾ കറസ്പോണ്ടിങ് റോസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തിരുന്നു, എന്തായിരുന്നു ചെയ്തത്, ആദ്യം നമ്മൾ ഫസ്റ്റ് 0 ആക്കി വെച്ചു, ദെൻ റിമൈനിങ് ഓരോന്ന് 1 1 ആയിട്ട് സെറ്റ് ചെയ്തു, ദെൻ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു അല്ലേ. ഇതാണ് ഒരു എക്സാമ്പിൾ. സപ്പോസ് നിങ്ങളുടെ കോളം വാല്യൂസ് 1 1 1 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും, there is a key press occurred in the column 0 അല്ലേ. സപ്പോസ് നിങ്ങളുടെ കോളം വാല്യൂസ് ഇതാണെന്ന് വിചാരിക്കുക, 1 1 0 1 ആണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, ഒരു കോളം പ്രസ് ഉണ്ടായിട്ടുണ്ട്, പ്രസിഡിന്റെ കോളം 1 എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ 1 0 1 1 ആണെങ്കിൽ കോളം 2-ലാണ് കീ പ്രസ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. 0 1 1 1 എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിൽ കോളം 3-ലാണ് കീ പ്രസ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഇനി എങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ടെന്ന പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു തന്നെ, അതിന്റെ പ്രൊസീജിയറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം, ബിഗിനിങ് വിത്ത് റോ 0 അല്ലെ. എന്താണ് ചെയ്തത്, മൈക്രോ കൺട്രോളർ ഗ്രൗണ്ട് ഇറ്റ് ബൈ പ്രൊവൈഡിങ് എ ലോ മീൻസ് 0 അല്ലെ. ആദ്യം നമ്മൾ റോ ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, ആദ്യത്തെ റോ 0 ആയിട്ട് സെറ്റ് ചെയ്യുക, റിമൈനിങ് ഓൾ 1 ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, റീഡ് ദ കോളം കോഡ്സ്. If the data read is all 1, എല്ലാം 1 ആണെങ്കിൽ എന്താണ്, no key in that row is activated. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോയിലുള്ള കീ അല്ല പ്രസ് ആയിരിക്കുന്നത്. Then what we have to do, we have to ground the next row അല്ലേ. Then we read the same columns read ചെയ്യുക and check if any 0 ഉണ്ടെങ്കിൽ അത് ആ കറസ്പോണ്ടിങ് റോ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക until you find the corresponding rows and columns. Okay, so this is the procedure. Then this is the ഫ്ലോ ചാർട്ടാണ് അതിൻ്റെ നമ്മൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. ആദ്യം എല്ലാം ഗ്രൗണ്ടും എല്ലാ റോസും ഇനിഷ്യലി വി ഹാവ് ടു ഗ്രൗണ്ട്, ദെൻ വി ഹാവ് ടു റീഡ് ദ കോളം വാല്യൂസ്. പിന്നെ കുറച്ച് സമയം ഡീബൗൺസ് ഉണ്ട്, വെയിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി അതെങ്കിലും കീ പ്രസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി വിൽ സെറ്റ് ദ ഫസ്റ്റ് റോ ഗ്രൗണ്ട് ചെയ്യും, ദെൻ റിമൈനിങ് ഓൾ റോസ് 1 സെറ്റ് ചെയ്തിട്ട് റീഡ് ചെയ്യും. അതല്ലെങ്കിൽ നെക്സ്റ്റ് റോ, അങ്ങനെ ലൈക്ക് വൈസ് ഇറ്റ് വിൽ റിപ്പീറ്റ്. ഓക്കെ, ദിസ് ഈസ് ദ ഫ്ലോ ചാർട്ട് ഫോർ കറസ്പോണ്ടിങ് പ്രൊസീജിയർ ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ദെൻ ഇനി ഇതൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കണം. സപ്പോസ് നമ്മുടെ D3 to D0 ഈ ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കാം, D3 to D0 ദാറ്റ് ഈസ് 1 1 1 0. റോസിൽ ഇങ്ങനെയും കിട്ടി, ദെൻ സപ്പോസ് കോളംസിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കിട്ടി 1 0 1 1. ഓക്കെ, ദെൻ ഏത് കീ ആയിരിക്കും പ്രസ് ചെയ്തിരിക്കുന്നത് ഫൈൻഡ് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ചെയ്യും, ഇതാണ് കിട്ടിയിരിക്കുന്നത് 1 1 0 1 0 1 1. 1 1 0 മീൻസ് അതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും വരിക, ദിസ് 1 1 1 1 0. ഓക്കെ, ദെൻ കോളം വാട്ട് 1 0 1 1. ദാറ്റ് മീൻസ് ഇതും അല്ലേ. ദാറ്റ് മീൻസ് ഏതാണ്, ഈ ഒരു കീ ആണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് കീ നമ്പർ 2 ഹാസ് ആക്ടിവേറ്റഡ്. ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, കീ നമ്പർ 2. സപ്പോസ് വേറെ എണ്ണം തരുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റോസും കോളംസും നോക്കിയിട്ട് വിച്ച് വൺ ഈസ് ആക്ടിവേറ്റഡ് എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ,
So this is the interfacing example, how to identify the rows and columns. Okay, so for that here we are using port 2 for connecting, interfacing our 4x4 matrix keyboard. Okay, so റോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, P20, P21, P22, P23. Okay, these four pins are connected to the rows, and these remaining four pins, P24, P25, P22, so P26 and P27, these are all connected to our column ports. Okay, then we can start our scan. Initially we will give you the C1, C2, C3, C4 നമ്മൾ VCC കൊടുത്തല്ലോ അല്ലേ, അതെല്ലാം ഇനീഷ്യലി 1 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ R1, R2, R3, R4 0, 0, 0 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ വി ആർ സ്കാനിങ് വൈൽ ഈസ് ദർ എനി കീ പ്രസ് occur. കീ പ്രസ് occur ഉണ്ടെങ്കിൽ എന്താണ്, എനി ഓഫ് ദ കോളം വിൽ ബിക്കം 0 ആയി അല്ലേ. അതാണ് C1 is equal to 0 or C2 is equal to 0 or C3 is equal to 0 or C4 is equal to. ഏതെങ്കിലും ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ എന്തിന്റെ മീനിങ് എന്താണ്, ദർ ഇസ് എ കീ പ്രസ് occur. അപ്പോൾ നമ്മളൊരു കീപാഡ് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യും. ഇതെന്താണ് ചെയ്യുന്നത്, ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി സ്കാൻ ദ റോസ് ആൻഡ് കോളംസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പ്രൊസീജിയർ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു, R1 is set to 0, then remaining all bit will become 1, R21, R31 and R41. Okay, initially അത് സെറ്റ് ചെയ്ത് ദെൻ സ്കാൻ ചെയ്യുക, C1 0 ആണോ, C2 0 ആണോ, C3 0 ആണോ, C4 0 ആണോ ചെക്ക് ചെയ്യും. ഈ R1 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് C1 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എന്താണ് 7 ആണ് നമ്മൾ പ്രസ് ചെയ്തിരിക്കുന്ന കീ ആണ് അല്ലേ. ഇതും ദിസ് വൺ 7 ആണ്, ഈ കീ ആണ് പ്രസ് ചെയ്തിട്ട്. അത് LCD വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. ഐ ഹാവ് നോട്ട് ഇൻക്ലൂഡഡ് ദാറ്റ് ബിക്കോസ് വി ഓൾറെഡി സ്റ്റഡീഡ് ഹൗ ടു ഇന്റർഫേസ് LCD. ഓക്കെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചോ. അത് ഈ ഡാറ്റ നേരെ LCD-യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിൽ എന്താണോ പ്രസ് ചെയ്യുന്നത് അതതുപോലെ LCD-യിൽ ഇറ്റ് വിൽ ഡിസ്പ്ലേ. ഓക്കെ, അതതുപോലെ ഡിസ്പ്ലേ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, LCD ഡാറ്റ. ഓക്കെ, ഇന്റർഫേസിംഗ് ഒക്കെ നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഇനി ഇതല്ല എങ്കിൽ റോ 1 0 അല്ല എങ്കിൽ നെക്സ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു, വി ഹാവ് ടു സെറ്റ് റോ 2 0 ആയിട്ട് സെറ്റ് ചെയ്യുക. റിമൈനിങ് ഓൾ ബിറ്റ് R1 1 ആയിട്ട് സെറ്റ് ചെയ്യുക. R1 is equal to 1, R2 is equal to 0, R3 is equal to 1, R4 is equal to 1. Okay, the same procedure we need to scan, continuously scan ചെയ്യുക. C1 0 ആണ്, C2 0 ആണ്, C3 ആണ്, C4 ആണ്. ഏതാണോ കറസ്പോണ്ടിങ് 0 കിട്ടിയിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി ദ കറസ്പോണ്ടിങ് വിൽ, അതായിരിക്കും ആ കീ ആയിരിക്കും നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് റോ നമ്മൾ സ്കാൻ ചെയ്യുക. അത് R3 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് റിമൈനിങ് ഓൾസ് എന്ത് ചെയ്യാം 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് സെയിം പ്രൊസീജിയർ നോക്കാം ഏതാണോ കറസ്പോണ്ടിങ് ആണ്. അതുപോലെ തന്നെയാണ് R4 0 ആയിട്ട് സെയിം പ്രൊസീജിയർ നോക്കുക. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണോ കീ പ്രസ് ആയിരിക്കുന്നത് അത് നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഫോർ സ്കാനിങ് കീബോർഡ്സ് അല്ലേ. കീബോർഡ് ഡിറ്റക്ട് ചെയ്തതിന് ഏത് കീ ആണ് ഡിറ്റക്ട് ചെയ്യുകയാണെന്നുള്ളത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റർഫേസിംഗ് ഡയഗ്രാം. സോ കീബോർഡ് ഇന്റർഫേസിംഗും പഠിച്ചു, നമ്മുടെ LCD ഇന്റർഫേസിംഗ് പഠിച്ചു അല്ലെ. കീബോർഡ് ഇന്റർഫേസിംഗ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് എ 4x4 മെട്രിക്സ് കീബോർഡ്. ഓക്കെ, 4x4 മെട്രിക്സ് കീബോർഡ് ആണ്. ഇഫ് യു വാണ്ട് ടു റൈറ്റ് ഇറ്റ് ആസ് എൻ 8x4 മെട്രിക്സ് കീബോർഡ് ദെൻ യു ക്യാൻ ഇംപ്ലിമെന്റ് ദാറ്റ്. എന്തിൽ വാട്ട് ആർ ദ ഡിഫറൻസ്, എന്ത് വ്യത്യാസം ഉണ്ടാവും? ഇവിടെ 8 പിൻസ് ഇവിടെ റോസ് വരും, 8 പിൻസ് കോളംസ് വരും. ഓക്കെ, ദെൻ സെയിം പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾ എവറിത്തിങ് വിൽ ബി സെയിം. ഓക്കെ, അപ്പോൾ LCD നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ കീബോർഡും പഠിച്ചു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?